റസ്മിനെ എനിക്ക് പൊതുവെ ആസ് എ ഗെയിമർ എനിക്കിഷ്ടമല്ല. പട്ടി ഷോ എന്ന് പറഞ്ഞാൽ പട്ടി ഷോ. ആള് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ലാലേട്ടൻ വന്നപ്പോഴും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോ ഇന്നലെ ജാസ്മിൻ പറയുന്നുണ്ട് കൊടും വിഷമാണ് നീ. ആര്? നോറ. കൊടും വിഷമാണ് നീ. കാരണം അത് പറയാണ്ട സാഹചര്യം ജാസ്മിനും റസ്മിനും നോറയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് റസ്മിൻ ജാസ്മിനെ കിച്ചണിലോട്ട് പണിക്ക് വിളിക്കുമ്പോൾ നോറ പറയുന്നു അത് വേഗം ചെയ്യുക, അത് ചെയ്യുന്നു പറയുന്നു. എന്നിട്ടും റസ്മിൻ അവിടെ സംസാരിച്ച് നിന്നു എന്നൊക്കെ പറഞ്ഞ് ഇവളെ അലറിപ്പൊളിച്ച് കരയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് നോറ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ സംസാരിക്കില്ല, അവളെന്നെ എഡി പൊടി എന്നൊക്കെ ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. അത് ശരിയാണ്, എഡി പൊടി എന്നുള്ള വിളിയും കിള്ള കുറച്ച് കൂടുതലാണ്. അവിടെ ആരും പറഞ്ഞിട്ട് കേൾക്കണമൊന്നുമില്ല. ജാസ്മിനും കുറച്ച് വിളി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നീ അതിന് റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഇനി ഞാൻ ഇതാവും എന്നൊക്കെ പറഞ്ഞ് നോറ പിരികേറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഗബ്രിയും ജാസ്മിനായിട്ട് വെൽ പ്ലാൻ ആണെന്നൊക്കെയുള്ള രീതിയിൽ എന്ത് തന്നെയാണെങ്കിലും ജാസ്മിന് ഗബ്രിയോടുള്ള റിലേഷൻ എന്ത് തേങ്ങയാണെങ്കിലും അത് ജെനുവിൻ ആയിട്ടാണ് ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇന്നലെ ഇന്നലത്തെ ആ ഒരു ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ജാസ്മിൻ പറയുന്നുണ്ട് പുറത്തുണ്ടെന്നല്ല കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണെന്നുള്ളത്. അത് നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും ആ റിലേഷൻ വന്നിട്ട് ഭയങ്കരമായിട്ട് ജാസ്മിൻ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതിന് വേറെ വശങ്ങൾ ഉണ്ടെങ്കിൽ പോലും നല്ല സ്ട്രോങ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇന്നലെ ഗബ്രി എന്ന വായിൽ പറഞ്ഞത് ജാസ്മിൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഫ്രണ്ടിൽ പോയിരിക്കും എന്നുള്ളത്. മാന്യതയുടെ ഭാഷയിൽ പറഞ്ഞു. എന്നാൽ ഇവർക്ക് ആലോചിക്കാം, 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്, അവർ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ടാസ്ക് നന്നായിട്ട് ചെയ്യണം. ഈ ടാസ്ക് ചളാക്കിയതിനൊക്കെ ലാലേട്ടനെ കിട്ടും. പിന്നെ വൃത്തിയില്ലായ്മ, അവർ രണ്ടുപേരും പറയുന്ന സംഭവമാണ് വൃത്തിയില്ലായ്മ. ശ്വേത ചേച്ചിയൊക്കെ ഫസ്റ്റ് ടൈമിൽ അവരൊക്കെ വൃത്തിയുടെ ആശാത്തികളാണ്. വൃത്തിയില്ലായ്മ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഓഫ് ചെയ്യാനായിട്ട് ഓഫ് ചെയ്യണില്ല. ജാസ്മിന് ഇത് ഗസ്റ്റിനെ അനുസരിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ജാസ്മിൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഓണറാണ് ഇമ്പോർട്ടൻ്റ്, അവരാണ് എനിക്ക് പേയ്മെന്റ് തരുന്നത്. അപ്പോൾ തന്നെ അൻസിബ പറയുന്നുണ്ട് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുന്നു. അൻസിബയ്ക്ക് ശരിക്കും റിവെഞ്ച് കാണിച്ചാണ് ഇന്നലെ ജാസ്മിൻ്റെ അടുത്ത്. ഞാൻ കംപ്ലീറ്റ് സപ്പോർട്ട് ജാസ്മിൻ്റെ കൂടെയാണ്. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോയപ്പോൾ റസ്മിൻ എന്ത് പട്ടി ഷോ ആണ് കാണിച്ചത്. ഷോൾ കഴുത്തിൽ പിടിച്ച് തള്ളി. അതൊക്കെ എന്താണ് കൊച്ചു കാണിച്ചത് ഇന്നലെ? സത്യം പറഞ്ഞാൽ എനിക്ക് പട്ടി ഷോ ആയിട്ട് തോന്നിയത്. കാരണം എന്തോ ഒരു ഫ്രസ്ട്രേഷൻ, ജാസ്മിനോടുള്ള ഒരു ഗ്രഡ്ജ് ഉള്ളിൽ വെച്ചിട്ടുള്ള പൊട്ടിത്തെറിയാണ് കണ്ടത്. അത് സത്യം പറഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ട് ആയിട്ട് എടുത്ത് പുറത്തെറിയണം ആ കൊച്ചിനെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ജാസ്മിൻ ആ സ്നേഹം കാരണം എന്ത് ചെയ്തു, കംപ്ലൈന്റ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ജിൻഡോയോ അൻസിബയോ നോറോയോ ആണ് ഇത് കാണിച്ചതെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്തേനെ. ഇവരുടെ പേര് പറഞ്ഞില്ലെങ്കിലും വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്തേനെന്ന് ആരോട് പറയുന്നുണ്ട്? നമ്മുടെ സാബു ചേട്ടനോടും. പേരൊക്കെ മൊത്തം കൺഫ്യൂഷനാണ്. ആൾക്കാർ കൂടി വരുമ്പോൾ ശ്വേത ചേച്ചിയോടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെനിക്ക് ഇഷ്ടമായില്ലെന്ന് വെച്ചാൽ അത് റിയാക്ട് ചെയ്യണം എന്നായിരുന്നു. പുറത്തുനിന്ന് നമുക്ക് ഗെയിം കാണുന്നവർക്ക് പറയാലോ റിയാക്ട് ചെയ്യണം എന്നുള്ളത്. അതൊക്കെ പോരായിട്ട് ഇതിങ്ങനെ ഇരുന്നിട്ട് സിജോനെ പന്നിയുടെ മോനെന്ന് വിളിച്ചു. സിജോ കേട്ടില്ല. കേൾക്കാഞ്ഞത് ഈ കൊച്ചിന്റെ ഭാഗ്യം. അത് വീക്കെൻഡ് എപ്പിസോഡ് എന്തായാലും ചോദിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം കുടുംബ പ്രേക്ഷകരും കുട്ടികളും കാണുന്ന ഒരു ഷോ ആണെന്ന് എപ്പോഴും പുട്ടിന് തേങ്ങിട്ട മാതിരി പറയാറുണ്ടല്ലോ. ഇന്നലത്തെ പട്ടി ഷോ, എൻ്റെ പൊന്ന് റസ്മിനെ എനിക്ക് ദേഷ്യം വന്നിട്ടെന്നൊക്കെ പറയും. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടാ പറയടാ. ആ ഒരു വൈബ് കാണിക്കാനായിട്ട് സ്വന്തം വീട്ടിലെ റൂമൊന്നുമല്ല, അത് ബിഗ് ബോസ് ഹൗസാണ്. തനിക്ക് ദേഷ്യം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് ചോദിക്കണമായിരുന്നു. നിനക്ക് ദേഷ്യം വന്നാൽ ഞങ്ങൾക്ക് എന്ത് തേങ്ങയാന്നുള്ളത്. വെറും പട്ടി ഷോ. ഇന്നലെ കംപ്ലീറ്റ്ലി ജാസ്മിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. റസ്മിൻ്റെ ഇമാതിരി ഉളത്തരം ഗെയിം പുറത്തുനിന്ന് വോട്ടിട്ട് ആ കൊച്ചിന് സംഭവം ലോ ആണെന്ന് മനസ്സിലാക്കി കൊടുത്ത് നല്ല രീതിക്ക് കൊണ്ടുപോകണം. ആ കൊച്ചിന്റെ ഫ്രസ്ട്രേഷൻ കാണിച്ചോ, പക്ഷെ അതിനാണെങ്കിലും ഇപ്പൊ ദേഷ്യമാണെങ്കിലും സങ്കടം എല്ലാത്തിനും അതിൻ്റെതായ ഒരു രീതിയും എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില ആൾക്കാർ പറയും എനിക്ക് ഇങ്ങനത്തെ രീതിയും എത്തിക്സ് ഒന്നും വേണ്ട, നിങ്ങൾ കുറച്ചും കൂടി ചാളമൈഡിയെ പോലെ ബിഹേവ് ചെയ്യൂ, തല്ലാതെ പോലെ എന്ന് പറയുന്ന കുറച്ച് ടീമുണ്ട് ഈവൻ കമന്റ് ബോക്സിൽ ഓൾസോ. അവരോട് നമുക്ക് ആ രീതിയിൽ ബിഹേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് പോവാം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. പക്ഷെ ഇഗ്നോർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ആകെ മൊത്തം ഞാൻ പറഞ്ഞത് റസ്മിന്റെ ഇന്നലത്തെ ഗെയിം അട്ടർ ഫ്ലോപ്പ്. ഇതൊക്കെ കണ്ടിട്ട് വായിൽ പഴം വിഴുങ്ങിയിരുന്ന മുടിയനോ, അത് വേറെ വൈബ്.